ഭാര്യയും മക്കളും ഹറാമ് ചെയ്യാതെ ജീവിക്കാൻ ഒരു ഭർത്താവ് ശ്രദ്ധിക്കണമെങ്കിൽ അയാൾക്കുള്ള തലവേദന വേറെ ലോകത്താർക്കും ഉണ്ടാവില്ല. അത്രയും വലിയ ഉത്തരവാദിത്തം. നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല വസ്ത്രം കൊടുക്കണം, നല്ല സംരക്ഷണം കൊടുക്കണം, അവര് പോകുന്ന ഏത് വഴിക്ക് ശ്രദ്ധിക്കണം, അവരുടെ വീട്ടിൽ ആരും വന്ന് അപമര്യാദയായി ഇടപെടാതിരിക്കാൻ നോക്കണം. അങ്ങനെ വലിയൊരു ഉത്തരവാദിത്തമാണ്. നീ നിന്റെ ഭാര്യ മക്കളെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം എന്ന് പറഞ്ഞാൽ അത് വലിയ ഉത്തരവാദിത്തമാണ്. നീ നിന്റെ മക്കളെ പഠിപ്പിച്ച് പരിപാലിച്ചുകൊണ്ട് വരണം. അവരെ നല്ലതുപോലെ തർബിയത്ത് ചെയ്യണം. നിന്റെ ഭാര്യയ്ക്ക് സമയാനുസൃതമായി വേണ്ടത് നൽകണം. ഒരു ഭാര്യ ഭർത്താവിന്റെ സാന്നിധ്യം ലഭിക്കാത്തതിന്റെ പേരിൽ തെറ്റിലേക്ക് വീണുപോയാൽ ഭർത്താവ് അതിന് കുറ്റക്കാരനാണ്. ഒരു ഭാര്യ ഭർത്താവിന് വേണ്ട ശാരീരിക സ്വാതന്ത്ര്യം നൽകാതെ അവൻ തെറ്റു ചെയ്തു പോയാൽ ഭാര്യ കുറ്റക്കാരിയാണ്. മക്കൾക്ക് വേണ്ട തർബിയത്ത് നൽകാതെ മക്കള് വഴികേടായാൽ മാതാപിതാക്കൾ കുറ്റവാളികളാണ്. ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലി സിസ്റ്റമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മൾ ഇന്ന് യൂറോപ്പിന്റെയും പരിഷ്കാരത്തിന്റെയും പിന്നാലെ പോവരുത്. സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് മതമെന്ന് വിചാരിക്കരുത്. എനിക്കെവിടെയും എപ്പോഴും പോകാനുള്ള സ്വാതന്ത്ര്യമാണ് നല്ലതെന്ന് വിചാരിക്കരുത്. നമ്മൾ ഇസ്ലാമിന്റെ മക്കളാണ്. ഇസ്ലാമിന് നിയമങ്ങളുണ്ട്. അതേ സമയത്ത് സ്വതന്ത്രവാദികളായ ആളുകൾക്ക് നാളെ സ്വർഗമുണ്ടെന്ന ചിന്തയില്ല, ശിക്ഷയുടെ ലോകമായ നരകമുണ്ടെന്ന വിശ്വാസമില്ല. സ്വർഗം പ്രതീക്ഷിക്കുന്ന നമ്മൾ സ്വർഗത്തിനു വേണ്ടി പറ്റുന്ന കാര്യമേ ചെയ്യാൻ പാടുള്ളൂ. നരകമുണ്ടെന്ന് വിശ്വസിക്കുന്ന നമ്മൾ നരകത്തിൽ പോകുന്ന കാര്യം ചെയ്യാൻ പാടില്ല.